അസ്സലാമു അലൈക്കും. സർഗവസന്തങ്ങളുടെ അലയലുകൾ തീർത്തുകൊണ്ട് അരങ്ങേറുന്ന ഈ സുന്ദര വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ കഥയുടെ പേരാണ് പ്രജാക്ഷേമ തൽപരരായ ഒരു രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്തിരുന്ന, ഖുർആൻ മനപ്പാടമാക്കിയ മഹ്മൂദ് ഗഫന്തി ആയിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവിശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്കുമായി വിഭജിച്ചു നൽകി. അതിൽ ഒരു രാജാവിന് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവളുടെ പേര് സുഹറ. മഹ്മൂദ് ഗഫന്തിയുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം മഹ്മൂദ് ഗഫന്തി നായാട്ടിലായി ദേഹത്ത് എണ്ണ തേച്ച് കൊട്ടാരം മട്ടുവാവിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന മഹ്മൂദ് ഗഫന്തിയുടെ അതരങ്ങളാൽ ഖുർആൻ സദാ മുഴഞ്ഞുകൊണ്ടിരുന്നു. ആലിമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹ്മൂദ് ഗഫന്തിക്ക് ഒരു സംശയം. എല്ലാ അധികാരവും നൽകുന്നതിനും എടുക്കുന്നതിനും നീയാണെങ്കിൽ എൻ്റെ അധികാരം ഈ സെക്കൻഡ് നീ എങ്ങനെ ഇല്ലാണ്ടാക്കുമായിരുന്നു? പെട്ടെന്നൊരു പടം ഓടി വന്നുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, മുറ്റത്തൊരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കഴിവതും പുലി ഒരുക്കാൻ ശ്രമിച്ചു. പക്ഷേ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മഹ്മൂദ് ഗഫന്തി തൻ്റെ ഉടവാൾ വലിച്ചൂരി പുലിക്കു നേരെ നീങ്ങി. പെട്ടെന്ന് പുലി ഇടതൂർന്ന് നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് ഓടിപ്പോയി. പുറകിൽ മഹ്മൂദ് ഗഫന്തി കുതിര പുറത്തും. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലി കാട്ടിൽ അപ്രത്യക്ഷനായി. ക്ഷീണം കാരണം മഹ്മൂദ് ഗഫന്തി ഒരു പാറപ്പുറത്ത് കിടന്ന് സുഖമായി കിടന്നുറങ്ങി. അതേസമയം നമ്മുടെ സുഹറയുടെ കൊട്ടാരത്തിൽ ഒരു കളവ് നടന്നിരിക്കുന്നു. സുഹറയുടെ വിവാഹാഭരണങ്ങളെല്ലാം ഒരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആരെവിടെ? 3 ദിവസങ്ങൾക്കകം കള്ളനെ നമുക്ക് മുമ്പിൽ ഹാജരാക്കുവിൻ. ഭടന്മാർ നാടാകെ തിരഞ്ഞു, പക്ഷേ കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്ന് അവർ കാട്ടിലേക്ക് കാട് കയറുന്ന വഴി അവർ വഴിയിലൊരു സാധനം കിടക്കുന്നുണ്ട്. അതാ ദേഹത്തൊരാൾ എണ്ണ തേച്ച് പാറപ്പുറത്ത് കിടന്നുറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മഹ്മൂദ് ഗഫന്തിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കൈകളും വെട്ടിമാറ്റി. വേദന കൊണ്ട് മതമൂറും സ്വരത്തിൽ തടവറയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ് മഹ്മൂദ് ഗഫന്തി. അതിലാകർഷയായ സുഹറ അദ്ദേഹത്തെ തന്റെ ഉസ്താദായി കിട്ടാൻ ആഗ്രഹിച്ചു. തന്റെ ഭാവി വരാണെന്നറിയാതെ സുഹറ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം മഹ്മൂദ് ഗഫന്തി ആലിമ്രാനിലെ 26-ാമത്തെ ആയത്ത് പാഠം ഓതി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് അത് മഹ്മൂദ് ഗഫന്തിയാണെന്ന് മനസ്സിലായത്. ഒരു കള്ളനും ഒരു വികലാംഗനുമായ ഒരാളെ തന്റെ ഭർത്താവായി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ സുഹറ ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിച്ചു. ഒപ്പം കള്ളനെ ഭർത്താവായി കിട്ടുവാനും. തന്റെ മകളുടെ ഒരു വിവാഹ ജീവിതം ആലോചിച്ച് രാജാവ് അതിന് സമ്മതിച്ചു. അന്ന് രാത്രി താൻ ചെയ്ത പാപത്തിന്റെ വണ്ണപൂർത്ത് മനമുരുകി പശ്ചാത്തപിക്കുകയാണ് മഹ്മൂദ് ഗഫന്തി. അന്ന് രാത്രി മഹ്മൂദ് ഗഫന്തി ഉറങ്ങുമ്പോൾ അതാ മുത്തുനബി കിനാവിൽ വരുന്നു. മുത്തുനബിയോട് തന്റെ വിഷമങ്ങളെല്ലാം മഹ്മൂദ് ഗഫന്തി പറഞ്ഞു. മഹ്മൂദ് ഗഫന്തിയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 കൈകളും നീട്ടു. അത്ഭുതം, അത്യത്ഭുതം! മുത്തുനബിയുടെ തിരുസ്പർശനമേറ്റതും കൈകൾ രണ്ടും പഴയ സ്ഥിതിയിലായി. ഇതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്കും അങ്ങനെ കൊട്ടാരമാകെ വാർത്ത പടർന്നു. മഹ്മൂദ് ഗഫന്തിയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് മഹ്മൂദ് ഗഫന്തിയെ കാൽ കീഴിൽ മാപ്പ് പറഞ്ഞു. രാജേ, അങ്ങ് എന്നോടാണ് തെറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ എൻ്റെ രക്ഷിതാവായ അല്ലാഹുവിനോടാണ് തെറ്റ് ചെയ്തത്. അതിനുള്ള ശിക്ഷയാ എനിക്ക് ലഭിച്ചത്. പ്രിയരെ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യവും മാറി മറിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശുഭം. ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.